ഖാസിമിയുടെ വാക്കുകളിൽ നമുക്ക് ഗുരുതരമായ ഒരു മുസ്ലിമിന് കേട്ടു നിൽക്കാൻ സാധിക്കാത്ത കൊടിയ കുഫറിന്റെ വാക്കുകൾ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണ്? ഖാസിമ പറഞ്ഞത് എന്താണ്? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത് ചേട്ടാ, ഇത്ര കൊല്ലം ഈ കാരണം ആയിരക്കണക്കായ കൊല്ലം പുളിഞ്ഞാടി കടന്നിട്ട് ഒരാൾ തിരിഞ്ഞോക്കിയോ? പറയടാ, പോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നബിമാർ ഇവിടെ ഉണ്ടായിടോ? തിരിഞ്ഞോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞോക്കിയോ? എന്നെ പോലെ ആളായി താങ്ങി കുറിച്ച് പറയണ്ടല്ലോ. ഇബ്രാഹിം തിരിഞ്ഞോക്കിയോ? ഇബ്രാഹിം ആദ്യം കാബണ്ടാ ചെയ്ത് എന്തേ ആദ്യം ചെയ്തത്? മുത്തിനബിന്റെ ഉമ്മ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ഖലീലിനെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞ ഇയാൾ പ്രയോഗിച്ച പ്രയോഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. ആരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അന ദഅവതു അബി ഇബ്രാഹിം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ ആണ്. അല്ലാഹുവിന്റെ നബിമാർ ഇബ്രാഹിം നബിക്ക് ശേഷം വന്നവർ, അവരുടെ മുഴുവൻ പിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മുഅ്മിനീങ്ങളുടെ ആദർശ പിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മില്ലത്ത് അബീകും ഇബ്രാഹിം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഈ രൂപത്തിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചിട്ട് അതിന് നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത പറഞ്ഞ് മറുപടി പറയേണ്ടി വരുമെന്ന്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ യഹൂദികളും നസ്രാനികളും മക്കയിലെ മുശ്രിക്കുകളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ആളാണ് എന്നാണ്. ബഹുമാനത്തോടെയാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, മാ കാന ഇബ്രാഹിം യഹൂദിയ്യൻ വലാ നസ്രാനിയ്യ ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. إبراهيم عليه السلام يهودي ونصراني ومشرك غير الله ولكن كان حنيفا مسلما. حنيفا مسلما ആയിരുന്നു. ശിർക്കിന്റെ എല്ലാവിധ തയാളങ്ങളിൽ നിന്നും അകന്നു മാറി അല്ലാഹുവിന്റെ തൗഹീദിൽ മാത്രം നിലയുറപ്പിച്ച, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും തെന്നി മാറി പോകാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് ഈ മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ ഒരു മുസ്ലിം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്? ഒരു മുസ്ലിം, നിങ്ങളുടെ പിതാക്കളോ അവരുടെ പിതാക്കളോ ഏതെങ്കിലും ഒരു ഉപ്പാപ്പമാര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ, ഖാസിമ ഈ കുഫറിന്റെ വാദം പറഞ്ഞിട്ട് ഇതിനു ശേഷവും ഇയാളുടെ പരിപാടി സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ കുഫർ പറഞ്ഞിട്ട് ഖൗമിന് യാതൊരു പ്രയാസവും ഇല്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രയാസമില്ല. അയാളെ ലാളിച്ച് ഓമനിച്ച് എത്ര കാലം നിങ്ങൾ കൊണ്ടു നടന്നു? എന്താ കാരണം? വഹാബികളെ കുറിച്ച് ഇബ്നു അബ്ദുൽ വഹാബിനെ രാവിലെയും വൈകുന്നേരവും വെച്ച് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇന്നോളം ആരും പറയാത്ത വൃത്തികെട്ട വാക്കുകൾ ഇയാൾ പറയുന്നുണ്ട്. എന്ത് അത്ഭുതമാണുള്ളത്! അല്ലാഹുവിന്റെ ഖലീലിനെതിരിൽ പൊങ്ങിയ നാവ് ഇബ്നു അബ്ദുൽ വഹാബിനെതിരിൽ പൊങ്ങാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെ പൊങ്ങുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, ആലോചിക്കുക. ഈ വാദം ഏതെങ്കിലും ഒരു സാധാരണ ഒരു സുന്നിയായി അറിയപ്പെടുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഈ വാദം? നിങ്ങൾ പറയൂ, സമസ്ത ഇതിനെതിരിൽ എന്ത് പ്രതികരിച്ചു?